വിശുദ്ധ അന്തോണീസ് പുണ്യവാൻ്റെ സന്നദ്ധയിലാണ് നമ്മൾ ഓരോരുത്തരുമായിരിക്കുക. വിളിച്ചാൽ വിളി കേൾക്കുന്ന പുണ്യവാനാണ് വിശുദ്ധ അന്തോണീസ് പുണ്യവാൻ. ഒത്തിരി മക്കളുടെ ആവശ്യങ്ങൾ കേട്ട് അതിന് മാധ്യസ്ഥം വഹിച്ച് അത് നടത്തിക്കൊടുത്തിട്ടുണ്ട് വിശുദ്ധ അന്തോണീസ് പുണ്യവാൻ. നമ്മുടെ ഇടവകയിൽ തന്നെ ഒത്തിരി മക്കളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടുന്നുണ്ട്. ഇന്ന് തന്നെ നൊവേനയും വിശുദ്ധ കുർബാനയ്ക്കും ഏൽപ്പിക്കപ്പെട്ട ഒത്തിരി വ്യക്തികൾ നന്ദി സൂചകമായിട്ടാണ് പ്രാർത്ഥനകൾ പറയുക. അതിന് കാരണം വിശുദ്ധ അന്തോണീസ് പുണ്യവാൻ്റെ ഈ നൊവേന പ്രാർത്ഥനയിലൂടെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഒത്തിരിയേറെ മക്കൾക്ക് അനുഗ്രഹങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു ഈ നിമിഷവും. അതുകൊണ്ട് സ്നേഹം നിറഞ്ഞവരെ, ഈ നൊവേനയിൽ പങ്കെടുക്കുമ്പോൾ നമ്മുടെ എല്ലാ നിയോഗങ്ങളും വിശുദ്ധ അന്തോണീസ് പുണ്യവാൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. വിശുദ്ധ അന്തോണീസ് പുണ്യവാനെ, എൻ്റെ ഈ ആവശ്യം നടത്തി തരണേ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. പുണ്യവാൻ്റെ മാധ്യസ്ഥം അപേക്ഷിച്ചവരാരും നിരാശരായി പോയിട്ടില്ല. ഇതുവരെ കരഞ്ഞ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നവരാരും സങ്കടപ്പെട്ട് പിന്നെയും ഒത്തിരിയേറെ വേദനിക്കേണ്ടി വന്നിട്ടില്ല. അതിന് കാരണം വിശുദ്ധ അന്തോണീസ് പുണ്യവാൻ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്നു എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് സ്നേഹം നിറഞ്ഞവരെ, ഈ നൊവേന പ്രാർത്ഥനയിൽ നമ്മുടെ എല്ലാ നിയോഗങ്ങളും നമുക്ക് ചേർത്ത് വയ്ക്കാം. നമ്മുടെ കുടുംബത്തെയും തടസ്സങ്ങളെയും രോഗങ്ങളെയും കടബാധ്യതകളെയും വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥനകളെയും മക്കളുടെ ആവശ്യങ്ങളെയും ജീവിതത്തിൻ്റെ ക്ലേശങ്ങളെയും ഒക്കെ വിശുദ്ധ അന്തോണീസ് പുണ്യവാൻ്റെ ഈ നൊവേനയിലേക്ക് നമുക്ക് ചേർത്ത് വയ്ക്കാം. പുണ്യവാനെ, എൻ്റെ ഈ നിയോഗം, എൻ്റെ ആവശ്യം, എൻ്റെ കുടുംബം അങ്ങ് വിശുദ്ധീകരിക്കണേ, അനുഗ്രഹിക്കണേ, പ്രാർത്ഥിക്കണേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഈ നൊവേന പ്രാർത്ഥന ഏറ്റവും വിശ്വാസത്തോടുകൂടെ നമുക്ക് ഈ നിമിഷം ചൊല്ലി പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, ആത്മീകവും ശാരീരികവുമായ നന്മകളാലും അത്ഭുത പരിസ്ഥിതികളാലും ജീവിതകാലത്ത് തന്നെ വിശുദ്ധ അന്തോണീസിനെ അനുഗ്രഹിക്കുവാൻ തിരുമനസ്സായ അങ്ങ് ഞങ്ങളുടെ മധ്യേ സന്നിഹിതനായിരിക്കുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങേക്കെതിരായി ചെയ്തുപോയ പാപങ്ങളെ കുറിച്ച് ഞങ്ങൾ പശ്ചാത്തപിക്കുന്നു. അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ശരണപ്പെടുന്നു. അങ്ങയുടെ പ്രിയസുതനും ഞങ്ങളുടെ രക്ഷകനുമായ ഈശോമിശിഹായുടെ നാമത്തിലും സുഹൃത സമ്പന്നമായ ജീവിതത്താൽ അങ്ങയെ സംപ്രീതനാക്കിയ വിശുദ്ധ അന്തോണീസിന്റെ മാധ്യസ്ഥതയിലും ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥനകൾ ദയാപൂർവം സ്വീകരിക്കുകയും ഞങ്ങൾ അപേക്ഷിക്കുന്ന കാര്യങ്ങൾ സാധിക്കുകയും ചെയ്യണമേ. ആമേൻ. നിരന്തരമായ ജാഗ്രതയാലും തീക്ഷ്ണമായ പ്രാർത്ഥനയാലും വിശുദ്ധമാവുകയും വേദപുസ്തക പഠനത്താലും ധ്യാനത്താലും വേദവിജ്ഞാനിയായി തീരുകയും ചെയ്ത വിശുദ്ധ അന്തോണീസേ, വിശുദ്ധ വിജ്ഞാനത്തിലും നിരന്തരം വളർന്നു വരുവാനും ദൈവത്തിന്റെയും മനുഷ്യരുടെയും മുൻപിൽ സംപ്രീതനായി തീരുവാനും ആവശ്യമായ അനുഗ്രഹം ഞങ്ങൾക്ക് പ്രാപിച്ചു തരണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. സ്വർഗസ്ഥനായ പിതാവിനുള്ള ദൃഢമായ വിശ്വാസത്താലും പാരത്രിക ജീവിതത്തിലുള്ള സജീവമായ ശരണത്താലും ജീവിതത്തെ ധന്യമാക്കുകയും പരസ്നേഹ പ്രവർത്തനങ്ങൾ വഴി ജീവിതത്തെ ബലിയായി സമർപ്പിക്കുകയും ചെയ്ത വിശുദ്ധ അന്തോണീസേ, ദൈവിക പുണ്യങ്ങളിലും സുവിശേഷ സുഹൃത്തുക്കളിലും അനുദിനം വളർച്ച പ്രാപിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയിൽ വിളങ്ങിയിരുന്ന ദാരിദ്ര്യാരൂപിയും ജീവിതലാളിത്യവും ഞങ്ങളിൽ വളരുവാൻ ഇടവരുത്തണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. പരിശുദ്ധാത്മാവിന്റെ നിവേശനത്താൽ പൂർണ്ണമായി വിശ്വസിക്കുകയും ദൈവിക ദാനങ്ങളും വരങ്ങളും സമൃദ്ധമായി സമ്പാദിക്കുകയും ചെയ്ത വിശുദ്ധ അന്തോണീസേ, രോഗികൾക്ക് ആരോഗ്യം പ്രദാനം ചെയ്യുന്നതിനും ദുഃഖിതരെ ആശ്വസിപ്പിക്കുന്നതിനും രഹസ്യങ്ങളും ഭാവി കാര്യങ്ങളും ഗ്രഹിക്കുന്നതിനും കഴിവുള്ള അങ്ങേക്ക് അസാധ്യമായ യാതൊന്നുമില്ല. അങ്ങയുടെ മാധ്യസ്ഥതയിൽ ശരണപ്പെടുന്ന ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും ബുദ്ധിമുട്ടുകളിലും കരുണാപൂർവ്വം ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. സഭയുടെ അവകാശങ്ങൾക്കായി പ്രവർത്തിക്കുവാനും മർദ്ദിതരുടെ ആശ്വാസനെ അധ്വാനിക്കുവാനും ദിനരാത്രങ്ങൾ ചിലവഴിച്ച വിശുദ്ധ അന്തോണീസേ, വിശ്വാസത്തിനും സന്മാർഗത്തിനും എതിരായുള്ള എല്ലാ പ്രതിസന്ധികളിലും സഭയോട് ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും നീതിക്ക് വേണ്ടി നിലകൊള്ളുവാനുമുള്ള സന്നദ്ധത ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ.
അപകടങ്ങൾ ചെറിയ യാത്രക്കാരുടെയും വേദന അനുഭവിക്കുന്ന മാതാപിതാക്കളുടെയും പ്രത്യേക മധ്യസ്ഥനും അനാഥ ശിശുക്കളുടെയും ആശാകേന്ദ്രവുമായ അങ്ങ് ആത്മീയവും ശാരീരികവുമായ എല്ലാ അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തു പരിപാലിക്കുകയും ഞങ്ങൾ യാചിക്കുന്ന പ്രത്യേക അനുഗ്രഹങ്ങൾ നൽകുകയും ചെയ്യണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. നമുക്കെല്ലാവർക്കും ഇരിക്കാം. നമ്മുടെ അപേക്ഷകളും വിശുദ്ധ അന്തോണീസ് പുണ്യവാനിലൂടെ നമുക്ക് കിട്ടിയ നന്മകൾക്കും നന്ദി പറയേണ്ട നിമിഷമാണിത്. നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ഓരോ നിയോഗങ്ങളും നമുക്ക് ഈ നിമിഷം ഓർക്കാം. നമ്മുടെ കുടുംബത്തെ സംബന്ധിക്കുന്ന ആവശ്യങ്ങൾ പുണ്യവാൻ്റെ സന്നിധിയിലേക്ക് ഈ നിമിഷം നമുക്ക് സമർപ്പിക്കാം. ഒത്തിരി ആവശ്യങ്ങളും നിയോഗങ്ങളും നമുക്ക് കിട്ടുന്നുണ്ട് ഈ നിമിഷങ്ങളിലൊക്കെ ആയിട്ട്. ഒത്തിരി പേര് പ്രാർത്ഥന സഹായം വന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ നൊവേന പ്രാർത്ഥനയിൽ പ്രത്യേകം ഓർക്കണമെന്ന് പറഞ്ഞ് ഒത്തിരി പേര് ഇപ്പോൾ ലെറ്ററുകളും അതോടൊപ്പം തന്നെ വാട്സപ്പിലും മറ്റും സോഷ്യൽ മീഡിയ വഴി മെസ്സേജുകളും അയക്കുന്നുണ്ട്. അതൊക്കെ എഴുതിയെടുത്തിട്ടാണ് അച്ഛനിങ്ങനെ വായിക്കുക. ചില സ്ഥലങ്ങളിലൊക്കെ പള്ളിയിൽ പ്രാർത്ഥിക്കാൻ ചെല്ലുമ്പോൾ, ധ്യാനത്തിന് ചെല്ലുമ്പോൾ ഒത്തിരി മക്കൾ ആവശ്യങ്ങളിങ്ങനെ എഴുതി തരും. അച്ഛാ പ്രാർത്ഥിക്കണം. ആ നിയോഗങ്ങളൊക്കെയാണ് അച്ഛൻ്റെ മുമ്പിൽ ഇങ്ങനെ ആയിരിക്കുക. ഒത്തിരി നിയോഗങ്ങളുണ്ട്. എല്ലാം എടുത്ത് വായിക്കാനുള്ള സമയം ഇപ്പോൾ ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് വളരെ കുറച്ച് നിയോഗങ്ങൾ അച്ഛന് കൊണ്ടുവന്നിട്ടുള്ളത്. നമുക്ക് ഈ നിയോഗങ്ങളോടൊപ്പം നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള നിയോഗങ്ങൾ കൂടി നമുക്ക് സമർപ്പിക്കാം. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ഒത്തിരി ശക്തിയുണ്ട്. നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം തരും. നമ്മൾ വിശുദ്ധ അന്തോണീസ് പുണ്യവാൻ്റെ മാധ്യസ്ഥം യാചിക്കുകയാണ് ഈ നിമിഷം ചെയ്യുക. പുണ്യവാൻ ഈ പ്രാർത്ഥന കേട്ട് നമ്മുടെ നിയോഗത്തിന് വേണ്ടി ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കും. അതുകൊണ്ട് സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ എല്ലാ നിയോഗങ്ങളും ഈ നിമിഷം നമുക്ക് ഓർക്കാം. ഈ നിയോഗങ്ങൾ വായിച്ച് കേൾക്കുമ്പോൾ നമ്മുടെ നിയോഗങ്ങളുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിക്കുന്നതോടൊപ്പം ഈ വായിച്ച് കേൾക്കുന്ന നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്നുകൂടി ഞാൻ അപേക്ഷിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. എൻ്റെ പേര് ജോസ് കുമാർ എന്നാണ്. എൻ്റെ ഭാര്യയുടെ പേര് സെൽവി, മക്കൾ തോമസ്, ജോസഫ്. എൻ്റെ 2 മക്കളും യേശു അനുഭവത്തിൽ വളരുവാനും പള്ളിയിൽ വരുവാനും കുദാശകൾ സ്വീകരിക്കുവാനും സ്നേഹം നിറഞ്ഞ ജിനുവച്ച പ്രാർത്ഥിക്കണേ. അതോടൊപ്പം എൻ്റെ കുടുംബത്തിൽ ഒത്തിരിയേറെ തടസ്സങ്ങളുണ്ട്. ആ തടസ്സങ്ങൾ മാറുവാനും സന്തോഷത്തോടെ ജീവിക്കാനും വേണ്ടി അച്ഛൻ വിശുദ്ധ കുർബാനയിലും നൊവേനയിലും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. എനിക്ക് 50 ലക്ഷം രൂപ കടമുണ്ട്. ആ കടബാധ്യത വീട്ടിൽ തീർക്കുവാനും അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. ദൈവത്തിൻ്റെ സന്നിധിയിൽ ആ കുടുംബത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ജൂലി എന്നാണ് എൻ്റെ പേര്. എൻ്റെ കുടുംബാംഗങ്ങൾക്ക് പാപബോധവും പശ്ചാത്താപവും ഉണ്ടാകാൻ വേണ്ടിയും കുദാശകൾ സ്വീകരിക്കാൻ വേണ്ടിയും അച്ഛ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. എൻ്റെ വീട്ടിൽ ഒത്തിരിയേറെ സാമ്പത്തിക ഞെരുക്കങ്ങളുണ്ട്. ഭർത്താവിനോട് പള്ളിയിൽ വരാൻ പറഞ്ഞാൽ പള്ളിയിൽ വരത്തില്ല, എന്നും തിരക്കാണെന്നാണ് പറയുക. അതുകൊണ്ട് തന്നെ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഇല്ല. ഭർത്താവിൻ്റെ മാനസാന്തരത്തിന് വേണ്ടിയും ഞങ്ങളുടെ സാമ്പത്തിക ഞെരുക്കങ്ങൾ മാറുന്നതിന് വേണ്ടിയും അച്ഛാ ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. ദൈവത്തിൻ്റെ സന്നിധിയിൽ ആ നിയോഗത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. മേരി എന്ന് പറയുന്നൊരു സഹോദരിയുടെ പ്രാർത്ഥനയാണ്. സ്നേഹം നിറഞ്ഞ ജിനുവച്ച, എല്ലാ ചൊവ്വാഴ്ചയിലും ഓൺലൈൻ വഴി നൊവേനയിൽ പങ്കെടുക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ. അച്ഛൻ എൻ്റെ ഈ നിയോഗത്തിന് കൂടി പ്രത്യേകം പ്രാർത്ഥിക്കണേ. എൻ്റെ മൂത്ത മകന് ഡിപ്രഷനാണ്. അവൻ ആരുമായിട്ട് സംസാരിക്കുന്നില്ല, ഏത് കാര്യത്തിനും ടെൻഷനാണ്, പുറത്തേക്ക് ഇറങ്ങുന്നില്ല, കൂട്ടുകാരായിട്ട് മിണ്ടുന്നില്ല. ഞങ്ങൾക്ക് തന്നെ പേടിയാകുന്നു അവൻ്റെ അവസ്ഥ കണ്ടിട്ട്. അച്ഛാ എൻ്റെ മൂത്ത മകന് വേണ്ടി, അക്ഷയ് എന്നാണ് അവൻ്റെ പേര്, അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. ആ മകൻ്റെ അസ്വസ്ഥതകൾ മാറുവാൻ വേണ്ടിയും അതോടൊപ്പം 2ാമത്തെ മകൻ സെബാസ്റ്റ്യൻ എന്നാണ് പേര്, ആ മകൻ്റെ പഠനത്തിന് വേണ്ടിയും അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. ദൈവത്തിൻ്റെ സന്നിധിയിൽ 2 മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഉഷ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പ്രാർത്ഥനയാണ്. സ്നേഹം നിറഞ്ഞ ജിനുവച്ച, അച്ഛൻ്റെ വിശുദ്ധ കുർബാനയിലും നൊവേനയിലും പങ്കെടുക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ ഈ നിയോഗം അച്ഛൻ പ്രത്യേകമായിട്ട് നൊവേനയിൽ പറഞ്ഞ് പ്രാർത്ഥിക്കണേ. ഞങ്ങൾക്ക് ഒത്തിരി കടഭാരങ്ങളുണ്ട്. ആ കടഭാരങ്ങളും ലോണും എത്രയും വേഗം തീരുന്നതിന് വേണ്ടിയും ഭർത്താവിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, ആ പ്രശ്നങ്ങൾ മാറുന്നതിന് വേണ്ടിയും വീടിന്
എത്രയും വേഗം വാടകക്കാരെ വരുന്നതിന് വേണ്ടിയും, ഞങ്ങൾക്കൊരു വീടുണ്ട്, ആ വീടിന് എത്രയും പെട്ടെന്ന് ഒരു വാടകക്കാരെ കിട്ടുന്നതിന് വേണ്ടിയും അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. ദൈവത്തിൻ്റെ സന്നിധിയിൽ ആ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. സ്നേഹം നിറഞ്ഞ ജിനുവച്ച, എൻ്റെ മകന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ അപേക്ഷ പ്രാർത്ഥനയോടെ എഴുതുക. എൻ്റെ മകൻ തികച്ചും മദ്യപാനിയാണ്, എന്നും കുടിച്ചിട്ടാണ് വീട്ടിൽ വരിക. അത് പറഞ്ഞ് വീട്ടിലെന്നും വഴക്കാണ്. അച്ഛൻ്റെ മകന് വേണ്ടി എന്നും പ്രാർത്ഥിക്കണേ. ദൈവത്തിൻ്റെ സന്നിധിയിൽ ആ മകനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. എൻ്റെ മകൻ്റെ പേര് സുജിൻ എന്നാണ്, സുജിൻ ജോസ്. നല്ലൊരു ജോലി ലഭിക്കുവാൻ വേണ്ടി അച്ഛ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. എനിക്ക് ശ്വാസം മുട്ടൽ, ത്വക്ക് സംബന്ധമായ അസുഖം മാറുന്നതിനും തൈറോയിഡ്, നട്ടെല്ല് വളവ് മാറുന്നതിന് വേണ്ടിയും അച്ഛ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. എൻ്റെ മകളുടെ പേര് സുമി എന്നാണ്. അവൾക്ക് എന്നും മെനഞ്ചൈറ്റിസിൻ്റെ പ്രശ്നമുണ്ട്. അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേയെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അതോടൊപ്പം ഞങ്ങളുടെ കുടുംബ സമാധാനത്തിന് വേണ്ടിയും എൻ്റെ ഭർത്താവ് ജോസിൻ്റെ അസുഖം മാറുന്നതിന് വേണ്ടിയും അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. ദൈവത്തിൻ്റെ സന്നിധിയിൽ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ആരോൺ എന്ന് പറയുന്ന ഒരു മകൻ്റെ പ്രാർത്ഥനയാണ്. അച്ഛ എൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണേയെന്ന് പ്രത്യേകമായിട്ട് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിന് ഒത്തിരി കടഭാരമുണ്ട് അച്ഛ. എൻ്റെ കുടുംബത്തിൽ അതുമൂലം സമാധാനം നഷ്ടപ്പെട്ട അവസ്ഥയാണ്. ഞാനും എൻ്റെ ഭാര്യയും എന്നും വഴക്കാണ് അതിനെ ചൊല്ലി. അതെങ്ങനെ കൊടുത്തു തീർക്കുമെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അതിനൊരു വഴി തുറന്നു തരാൻ അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. ഞങ്ങൾക്ക് ഉറപ്പുണ്ട് ഈശോനാഥൻ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് വിശുദ്ധ അന്തോണീസ് പുണ്യവാൻ്റെ മാധ്യസ്ഥം വഴി ഞങ്ങൾക്കൊരു വഴി തുറന്നു തരുമെന്ന്. അച്ഛൻ്റെ നൊവേനയിലും വിശുദ്ധ കുർബാനയിലും പങ്കെടുക്കുന്ന വ്യക്തിയാണ് ഞാൻ. അച്ഛൻ എൻ്റെ നിയോഗത്തിന് വേണ്ടി കൂടി അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. ആരോണെന്ന മകൻ്റെ നിയോഗത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഷീബ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പ്രാർത്ഥനയാണ്. സ്നേഹം നിറഞ്ഞ ജിനുവച്ച, എല്ലാ ചൊവ്വാഴ്ചയിലും നൊവേനയിൽ പങ്കെടുക്കുന്ന വ്യക്തിയാണ് ഞാൻ. എൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണേ. ഞങ്ങളുടെ വീട് പണി തുടങ്ങിയിട്ട് വർഷങ്ങളായി, പക്ഷെ പണി പൂർത്തീകരിക്കാൻ പറ്റുന്നില്ല. എവിടെയും തടസ്സങ്ങളാണ് ഞങ്ങൾക്ക്. ആ തടസ്സങ്ങൾ മാറ്റി വീട് പണി പൂർത്തിയാകാൻ വേണ്ടി അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. ഒരു നന്ദിയുടെ കാര്യം കൂടി ഉണ്ട് അച്ഛ. ഇതിനു മുമ്പും അച്ഛനോട് ഞാൻ അപേക്ഷകൾ എഴുതി അയച്ചിട്ടുണ്ട്. അച്ഛൻ പ്രത്യേകമായിട്ട് നൊവേനയിൽ പ്രാർത്ഥിക്കുകയും ചെയ്തു. അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഞാൻ എല്ലാ ചൊവ്വാഴ്ചയിലും നൊവേനയിൽ പങ്കെടുക്കുമായിരുന്നു. അച്ഛാ, അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എൻ്റെ മകന് നല്ലൊരു ജോലി ലഭിച്ചതിന് പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. ഈ നിമിഷത്തിൽ പുണ്യവാൻ്റെ മാധ്യസ്ഥ ശക്തിക്ക് ഒത്തിരി ശക്തിയുണ്ടെന്ന് ഞാൻ ഈ നിമിഷം വിശ്വസിക്കുന്നു. അത് ഏറ്റുപറയുന്നു, സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു. അച്ഛനിത് മറ്റുള്ളവരോട് പറയുകയും ചെയ്യണമേ. ഷൈബ എന്ന ആ സഹോദരിയുടെ പ്രാർത്ഥനകൾക്കും അതോടൊപ്പം നന്ദി പറച്ചിലും ദൈവത്തിൻ്റെ മുമ്പിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. സ്നേഹം നിറഞ്ഞ ജിനുവച്ച, എൻ്റെയും എൻ്റെ സ്നേഹിതൻ്റെ വിവാഹം 2.5 വർഷത്തിനുള്ളിൽ വീട്ടുകാരുടെയും എല്ലാ ബന്ധുക്കളുടെയും സ്നേഹത്തോടും അനുഗ്രഹത്തോടും നടത്തിത്തരാൻ വേണ്ടി അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. അതോടൊപ്പം തന്നെ എൻ്റെ കുടുംബത്തിൽ ഒത്തിരിയേറെ സാമ്പത്തിക ഞെരുക്കങ്ങളുണ്ട്. ആ ഞെരുക്കങ്ങൾ മാറുന്നതിന് വേണ്ടിയും എൻ്റെ സഹോദരിക്ക് സുഖപ്രസവം ലഭിക്കുന്നതിന് വേണ്ടിയും അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഈ നിയോഗങ്ങൾ മുഴുവൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സ്മിത ജോൺ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പ്രാർത്ഥനയാണ്. സ്നേഹം നിറഞ്ഞ ജിനുവച്ച, എനിക്ക് 19,89,000 രൂപ കടമുണ്ട്. അതിന് എങ്ങനെ തീർക്കുമെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അച്ഛ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. ദൈവത്തിൻ്റെ സന്നിധിയിൽ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അലോഷ്യസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പ്രാർത്ഥനയാണ്. BSc നഴ്സിംഗ് പഠിക്കുന്ന മകൾക്ക് വേണ്ടിയിട്ടാണ് പ്രത്യേകമായിട്ട് പ്രാർത്ഥന സഹായം ചോദിച്ചിരിക്കുക. അച്ഛൻ്റെ മകള് നന്നായിട്ട് പഠിക്കുന്നതിന് വേണ്ടിയും അവൾ വിദൂരത്താണ്, പ്രത്യേകമായിട്ട് അവളുടെ പരീക്ഷകളിൽ ഉന്നത വിജയം നരിക്കുന്നതിന് വേണ്ടിയും അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ മുമ്പിൽ അലോഷ്യസ് എന്ന് പറയുന്ന ആ വ്യക്തിയുടെ മകൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. പോൾ എന്ന് പറയുന്നൊരു വ്യക്തിയാണ്. എൻ്റെ പേര് പോൾ എന്നാണ് അച്ഛാ. എൻ്റെ പ്രത്യേകമായിട്ടുള്ള പ്രാർത്ഥനകൾ കടബാധ്യത മാറാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അതോടൊപ്പം എൻ്റെ മക്കൾ 2 പേരും കടുത്ത വൈരാഗ്യത്തിലാണ്. അവർ 2 പേരും സംസാരിക്കത്തില്ല, എന്നും പ്രശ്നങ്ങളാണ് 2 പേരും തമ്മിൽ.
രണ്ടുപേരോടും ഞാൻ എത്ര സംസാരിച്ചിട്ടും അവർ കോംപ്രമൈസ് ആകുന്നില്ല. അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. എനിക്ക് പ്രായമായി വരുന്നു, എൻ്റെ മക്കൾ തമ്മിലുള്ള വഴക്കുകൾ കാരണം ഞാൻ ഒത്തിരി സങ്കടപ്പെടുന്നു. അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥനയിൽ എൻ്റെ മക്കൾക്ക് കൂടി വേണ്ടി പ്രാർത്ഥിക്കണേ. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഈ നിയോഗങ്ങൾ പ്രാർത്ഥിക്കാം. റോഷിനി എന്ന് പറയുന്ന ഒരു മകളുടെ പ്രാർത്ഥനയാണ്. ആരോഗ്യവും സാമ്പത്തിക നേട്ടത്തിനും വേണ്ടി അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. അതോടൊപ്പം എൻ്റെ മകൾക്ക് മൊബൈൽ ഫോൺ അഡിക്ഷനുണ്ട്, അഡിക്ഷൻ മാറുന്നതിന് വേണ്ടിയും അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. ഈ നിയോഗങ്ങൾ മുഴുവൻ ഓർത്ത് നമ്മുടെ നിയോഗങ്ങൾ കൂടി ചേർത്ത് വെച്ച് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന കേൾക്കണമേ കർത്താവേ, യാചന കേൾക്കണമേ. ഒരിക്കൽ കൂടി വിശ്വാസത്തോടെ പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന കേൾക്കണമേ കർത്താവേ, യാചന കേൾക്കണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഷാജൻ എന്ന് പറയുന്നൊരു വ്യക്തിക്ക് വേണ്ടി അമ്മ എഴുതിയിരിക്കുന്നൊരു അപേക്ഷയാണ്. അച്ഛൻ്റെ മകന് 49 വയസ്സുണ്ട്. അവൻ്റെ വിവാഹം ഇതുവരെ നടന്നിട്ടില്ല. ഒത്തിരി ആലോചനകൾ വരുന്നു, പക്ഷേ ഒന്നും ശരിയാകുന്നില്ല. എവിടെയൊക്കെയോ തടസ്സങ്ങളാണ്. അച്ഛൻ എൻ്റെ മകൻ്റെ വിവാഹം നടക്കാൻ വേണ്ടി അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. ദൈവത്തിൻ്റെ സന്നിധിയിൽ ആ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. യേശോയെ നന്ദി, യേശുവേ സ്തുതി. സ്നേഹം നിറഞ്ഞ അച്ഛ, എൻ്റെ ജീവനും ജോലിയും കുടുംബവും എൻ്റെ എല്ലാ കാര്യങ്ങളും ഭീഷണിപ്പുറത്താണ്. എൻ്റെ കുടുംബത്തിന് വേണ്ടി അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. ഒത്തിരി ബുദ്ധിമുട്ടേറിയ സാഹചര്യത്തിലൂടെയാണ് ഞാനിപ്പോൾ കടന്നു പോവുക. അച്ഛൻ്റെ പ്രാർത്ഥനയിൽ എൻ്റെ കുടുംബത്തെ കൂടി ഓർക്കണമേ. ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. സ്നേഹം നിറഞ്ഞ ജനിവച്ച എൻ്റെ മകന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പ്രാർത്ഥന അപേക്ഷ എഴുതുക. എൻ്റെ മകന് മൊബൈൽ ഫോൺ അഡിക്ഷനുണ്ട്. അച്ഛൻ പ്രത്യേകമായിട്ട് എൻ്റെ മകന് വേണ്ടി പ്രാർത്ഥിക്കണേ. മാത്യു എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പ്രാർത്ഥനയാണ്. എൻ്റെ മകളുടെ കുഞ്ഞിന് വേണ്ടിയിട്ടാണ് അച്ഛൻ ഞാനിത് എഴുതുന്നത്. കുഞ്ഞിൻ്റെ ഒരു കാലിൻ്റെ ഉപ്പൂറ്റിക്ക് മുകളിലായി കുറച്ച് വളഞ്ഞാണ് ഇരിക്കുന്നത്. ഇനിയിപ്പോൾ എങ്ങനെയാണ് ആ വളവ് മാറ്റി നേരെയാക്കണമെന്ന് അറിയാൻ പാടില്ല. ഓപ്പറേഷൻ വേണമെന്നാണ് ഡോക്ടർമാർ പറയുക. അച്ഛൻ എൻ്റെ കുഞ്ഞിന് വേണ്ടി അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. ആ വളവ് ശരിയാകാൻ വേണ്ടി അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. യേശുവേ നന്ദിയും, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അച്ഛാ, എൻ്റെ ഭർത്താവ് വിദേശത്താണ്. എൻ്റെ വിദേശത്തായിരിക്കുന്ന ഭർത്താവിന് എന്നും ജോലി കിട്ടാൻ വേണ്ടി അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. ഇപ്പോഴും കടുത്ത സാമ്പത്തിക ഞെരുക്കത്തിലൂടെയാണ് ഞങ്ങൾ കടന്നു പോവുക. അച്ഛൻ്റെ പ്രാർത്ഥനയിൽ ഞങ്ങളെ കൂടി ഉൾപ്പെടുത്തണമേ. ആൻ്റണി എന്ന് പറയുന്നൊരു വ്യക്തിയുടെ പ്രാർത്ഥനയാണ്. സാമ്പത്തിക ബുദ്ധിമുട്ടുകളും കടബാധ്യതകളും മാറാൻ വേണ്ടി പ്രാർത്ഥന സഹായം ചോദിച്ചിരിക്കുന്നു. സ്നേഹം നിറഞ്ഞ ജനിവച്ച എൻ്റെ മകള് എൻജിനീയറിങ്ങിന് പഠിക്കുന്നു. എൻ്റെ മകളുടെ നല്ല വിദ്യാഭ്യാസത്തിന് വേണ്ടി അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. സാൻമരിയ എന്ന് പറയുന്ന ഒരു മകളുടെ പ്രാർത്ഥനയാണ്. എനിക്കൊരു നല്ല ജോലി ലഭിക്കുവാൻ വേണ്ടി, സ്ഥിരമായിട്ടുള്ളൊരു വരുമാനം ലഭിക്കാൻ വേണ്ടി അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. സ്നേഹം നിറഞ്ഞ ജിനുവച്ച എൻ്റെ കടബാധ്യത മാറാൻ വേണ്ടി അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. എൻ്റെ പേര് ലിസ്വിൻ എന്നാണ്. അച്ഛൻ പ്രത്യേകമായിട്ട് എൻ്റെ കടബാധ്യത മാറാനും ഞങ്ങൾക്കൊരു ഞങ്ങളുടെ വീടിൻ്റെ പണി എത്രയും പൂർത്തീകരിക്കാനും വേണ്ടിയും അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. യേശുവേ നന്ദി, യേശുവേ സ്തുതിയും. ഷോളി എന്നാണ് എൻ്റെ പേര്. അച്ഛൻ എൻ്റെ ഭർത്താവിന് വേണ്ടിയിട്ടാണ് ഞാനിത് എഴുതുക. എൻ്റെ ഭർത്താവിന് എന്നും തൊഴിലിന് പോകുമ്പോൾ ബുദ്ധിമുട്ടുകളാണ്. അതുമൂലം പലവിധ ആക്സിഡൻറ്റുകളും പ്രശ്നങ്ങളും ഉണ്ടാകുന്നു. അച്ഛൻ്റെ ഭർത്താവിന് വേണ്ടി പ്രത്യേകമായിട്ട് വിശുദ്ധ കുർബാനയിലും നൊവേനയിലും പ്രാർത്ഥിക്കണേ. ടെൽമ എന്ന് പറയുന്നൊരു മകളുടെ പ്രാർത്ഥനയാണ്. 10ാം ക്ലാസ്സിൽ നല്ല മാർക്കോടുകൂടി പരീക്ഷയിൽ പാസ്സാകാൻ വേണ്ടി പ്രാർത്ഥിക്കണേ. ഷൈനി എന്ന് പറയുന്നൊരു മകളുടെ പ്രാർത്ഥനയാണ്.
തടസ്സങ്ങൾ മാറിക്കിട്ടാൻ വേണ്ടി അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. എഡ്വിൻ എന്ന് പറയുന്ന ഒരു മകൻ്റെ പ്രാർത്ഥനയാണ്. വിസയുടെ തടസ്സം മാറാൻ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണേ. റോഷിൻ തോമസ് എന്ന മകൻ്റെ പ്രാർത്ഥനയാണ്. വീട് പണി എത്രയും പെട്ടെന്ന് പുതുക്കി വീട് പണി തീർത്ത് ശരിയാക്കാനുള്ള എല്ലാ കാര്യങ്ങളും അച്ഛന് അതിന് നടക്കുവാൻ വേണ്ടി അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. അമ്മു എന്ന് പറയുന്ന ഒരു മകളുടെ പ്രാർത്ഥനയാണ്. സ്നേഹം നിറഞ്ഞ ജിനുവച്ച, എൻ്റെ ഭർത്താവുമായിട്ടുള്ള പിണക്കങ്ങൾ മാറിക്കിട്ടുന്നതിന് വേണ്ടിയും അതോടൊപ്പം സ്വസ്ഥവും സമാധാനം നിറഞ്ഞൊരു കുടുംബാന്തരീക്ഷം കിട്ടുന്നതിന് വേണ്ടിയും അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. യേശുവിൻ്റെ സന്നിധിയിൽ ഈ നിയോഗങ്ങൾ നമുക്ക് ഓർക്കാം. രോഹിത് എന്ന് പറയുന്ന ഒരു മകൻ്റെ പ്രാർത്ഥനയാണ്. 2 വർഷമായി UK സ്റ്റുഡൻസ് വിസയിൽ പോയി ഇപ്പോൾ പാർട്ട് ടൈമായി ജോലി നോക്കുന്നു. സ്ഥിരം ഒരു ജോലി ലഭിക്കുന്നതിന് വേണ്ടിയും പരീക്ഷയിൽ ഉന്നതമായിട്ടുള്ള വിജയം വരിക്കുന്നതിന് വേണ്ടിയും സ്നേഹം നിറഞ്ഞ ജിനുവച്ച എൻ്റെ മകന് വേണ്ടി അച്ഛൻ പ്രത്യേകം പ്രാർത്ഥിക്കണേ. ദൈവത്തിൻ്റെ സന്നിധിയിൽ നിയമങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. രോഗസൗഖ്യത്തിന് വേണ്ടിയിട്ടാണ് അച്ഛൻ ഞാനിത് എഴുതുക. എൻ്റെ ചേട്ടന് വേണ്ടിയിട്ടാണ് ഞാനിത് എഴുതുന്നത്. എൻ്റെ ചേട്ടൻ്റെ പേര് ജോയി എന്നാണ്. എൻ്റെ ചേട്ടന് ട്രീറ്റ്മെൻറ്റിലാണ്, ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റിലാണ്. രോഗസൗഖ്യം കിട്ടുന്നതിന് വേണ്ടി സ്നേഹം നിറഞ്ഞ ജിനുവച്ച പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. സ്നേഹം നിറഞ്ഞ ജിനുവച്ച, ഞങ്ങളുടെ കുടുംബത്തിൽ ഒത്തിരി സാമ്പത്തിക ഞെരുക്കങ്ങളുണ്ട്. എൻ്റെ കുടുംബത്തിന് വേണ്ടി അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. പൗലോസ് എന്ന് പറയുന്നൊരു വ്യക്തിയുടെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് പ്രാർത്ഥന സഹായം ചോദിച്ചിരിക്കുക. വിൽസൺ എന്ന് പറയുന്നൊരു വ്യക്തി പ്രത്യേകമായിട്ട് പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. മക്കളുടെ പഠനത്തിനും മക്കൾ നല്ല രീതിയിൽ വളർന്നതിന് വേണ്ടിയും അതോടൊപ്പം മക്കൾ നല്ല നിലയിൽ എത്തിച്ചേരുന്നതിന് വേണ്ടിയും അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. മേഘ ജോസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പ്രാർത്ഥനയാണ്. ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ ലഭിക്കാൻ വേണ്ടി അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. വലിയ ലെറ്ററുകളാണ്. അച്ഛനത് വായിച്ചെന്ന് പകൽ സമയം മുഴുവൻ പ്രാർത്ഥിച്ചതുകൊണ്ട് അച്ഛനിങ്ങനെ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഏതൊക്കെ നിയോഗങ്ങളാണ്. അപ്പോൾ ആ നിയോഗങ്ങൾ മാത്രം അച്ഛൻ അടിവരിയിട്ടുകൊണ്ടാണ് അത് പ്രത്യേകമായിട്ട് എടുത്ത് പേര് വായിച്ചു പോകുന്നത്. എല്ലാം വായിക്കാൻ തുടങ്ങിയാൽ സമയം തികയില്ല. കാരണം അത്രമാത്രം അപേക്ഷകൾ നമുക്കിപ്പോൾ കടന്നു വരുന്നുണ്ട്. അതുകൊണ്ടാണ് അച്ഛൻ പ്രത്യേകമായിട്ട് ആ നിയോഗം മാത്രം പറഞ്ഞിട്ട് പോവുക. ഷേർലി എന്ന് പറയുന്നൊരു വ്യക്തിയുടെ പ്രാർത്ഥനയാണ്. അച്ഛാ കടബാധ്യത മാറാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അതോടൊപ്പം തന്നെ കുടുംബ സമാധാനത്തിന് വേണ്ടി കൂടി അച്ഛൻ പ്രാർത്ഥിക്കണം. ലിയ എന്ന് പറയുന്ന ഒരു മകളുടെ പ്രാർത്ഥന, ജർമ്മൻ ഭാഷ പഠിക്കുന്നു, അതിൽ എക്സാം നല്ല മാർക്കോട് കൂടി പാസ്സാകാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഷാരോൺ എന്ന് പറയുന്നൊരു വ്യക്തിയുടെ പ്രാർത്ഥനയാണ്. CAT അതുപോലെ തന്നെ GRE, അതെന്ത് എക്സാമാണെന്ന് അറിയാൻ പാടില്ല. അതൊരു ഷോർട്ട് ഫോമിലാണ് എഴുതി വെച്ചിരിക്കുക. പരീക്ഷയിൽ ഉന്നത വിജയത്തിന് വേണ്ടി അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. റീന എന്ന് പറയുന്നൊരു വ്യക്തിയുടെ പ്രാർത്ഥനയാണ്. സ്നേഹം നിറഞ്ഞ ജിനുവച്ച, എൻ്റെ മകന് 21 വയസ്സായി. പക്ഷേ അവൻ ജോലിക്ക് പഠിക്കാനായിട്ട് ഇൻട്രസ്റ്റ് കാണിക്കുകയോ നല്ലൊരു ജോലി വേണമെന്നുള്ള ആഗ്രഹമൊന്നും ഇല്ല. തെറ്റായിട്ടുള്ള കൂട്ടുകെട്ടുകളിലൂടെയാണ് അവൻ കടന്നു പോയിക്കൊണ്ടിരിക്കുക. എൻ്റെ മകന് വേണ്ടി അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. റീന എന്ന് പറയുന്ന സഹോദരിയുടെ മകന് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അച്ഛൻ 12 ലക്ഷത്തോളം കടമുണ്ട് എനിക്ക്. സോൾ എന്നാണ് എൻ്റെ പേര്. അച്ഛൻ പ്രത്യേകമായിട്ട് എൻ്റെ കടബാധ്യത മാറുവാൻ വേണ്ടി അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. ജോവാൻ എന്ന് പറയുന്ന മകൻ്റെ പ്രാർത്ഥനയാണ്. ജോവാൻ മേരി വർഗീസ് പരീക്ഷയിൽ ഉന്നത വിജയത്തിന് വേണ്ടി പ്രാർത്ഥന സഹായം ചോദിച്ചിരിക്കുന്നു. സ്നേഹം നിറഞ്ഞ ജിനുവച്ച, എനിക്ക് 62 വയസ്സായി. ക്യാൻസർ വന്നിട്ട് 7 വർഷം കഴിഞ്ഞു. ഒരു ബ്രസ്റ്റ് റിമൂവ് ചെയ്തു, മരുന്ന് കഴിച്ച് മുന്നോട്ട് പോകുന്നു. പക്ഷേ ഭർത്താവിന് 65 വയസ്സായി. ഞങ്ങളുടെ കുടുംബജീവിതം വളരെ വിഷമം നിറഞ്ഞതായിരുന്നു. ഭർത്താവിന് ഇന്ന് സംശയ സ്വഭാവം ഇപ്പോഴും തുടരുന്നു. അതാണ് പ്രധാന കാരണം. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ എല്ലാ അസ്വസ്ഥതകളും മാറുന്നതിന് വേണ്ടിയും ഞങ്ങളുടെ മക്കൾ സന്തോഷത്തോടു കൂടെ ജീവിക്കുന്നതിന് വേണ്ടിയും, ഒരു മകള് 34 വയസ്സായി ഗർഭിണിയാണ്, സുഖപ്രസവത്തിന് വേണ്ടി കൂടിയൊക്കെ പ്രാർത്ഥിക്കുന്ന സഹായം ചോദിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കുടുംബത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ശരിയാകുന്നതിന് വേണ്ടിയും സന്തോഷം നിറഞ്ഞൊരു കുടുംബജീവിതം നയിക്കുന്നതിന് വേണ്ടിയും അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. വത്സമ്മ എന്ന് പറയുന്നൊരു വ്യക്തിയുടെ പ്രാർത്ഥനയാണ്. ദൈവത്തിൻ്റെ മുമ്പിൽ ആ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. PSC ടെസ്റ്റിന് വേണ്ടി ഒരുങ്ങുന്ന ജോയൽ എന്ന മകന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥന സഹായം ചോദിച്ചിരിക്കുന്നു. ദൈവത്തിന് മുമ്പിൽ ആ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ധന്യ എന്ന് പറയുന്ന ഒരു മകളുടെ പ്രാർത്ഥനയാണ്. സ്നേഹം നിറഞ്ഞ ജിനുവച്ച, മകളുടെ വിവാഹം കഴിഞ്ഞിട്ട് 2 വർഷം കഴിയുന്നു. അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ.
മകനും മകളും തമ്മിൽ എന്നും വഴക്കും ഒച്ചപ്പാടുമാണ്. സമാധാനത്തോടെ പോകുന്നില്ല അവർ, എന്നും പ്രശ്നങ്ങളാണ്. അച്ഛൻ്റെ പ്രാർത്ഥനയിൽ കുടുംബ സമാധാനത്തിന് വേണ്ടി കൂടി പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ മക്കളെ കൂടി ഒന്ന് ഓർത്ത് പ്രാർത്ഥിക്കണേ. ദൈവത്തിൻ്റെ സന്നിധിയിൽ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ചിപ്പി എന്ന് പറയുന്ന ഒരു മകളുടെ പ്രാർത്ഥനയാണ്. കണ്ണ് സംബന്ധമായ ട്രീറ്റ്മെൻറ്റിലാണ്. അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ലിദിയ എന്ന് പറയുന്നൊരു മകളുടെ പ്രാർത്ഥനയാണ്. സ്ഥിരമായിട്ടുള്ളൊരു വരുമാനത്തിന് വേണ്ടി, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻ്റ് ആകാൻ വേണ്ടി അച്ഛൻ പ്രത്യേകമായിട്ടൊന്ന് പ്രാർത്ഥിക്കണേ. ജീവിതത്തിലെ തടസ്സങ്ങൾ അകന്നു പോകാൻ വേണ്ടി കൂടി അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. എൻ്റെ മകൻ ജോഷി എന്ന് പറയുന്ന വ്യക്തിക്ക് വേണ്ടി, അവന് ലിവർ വീക്കം കുറയുവാനും 14 വയസ്സേ ഉള്ളൂ. കരളിൻ്റെ വീക്കം കുറയുവാനും ചീത്ത കൂട്ടുകെട്ടുകൾ മാറ്റി നല്ലൊരു മകനായി ജീവിക്കുവാനും വേണ്ടിയും അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. അവന് ഡ്രഗ്സ് അഡിക്ഷൻ ആയിട്ടുള്ള ഫ്രണ്ട്സുണ്ട്. അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ദൈവത്തിൻ്റെ മുമ്പിൽ ഈ നിയോഗങ്ങൾ മുഴുവൻ നമുക്ക് സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകൾ കൂടി ചേർത്ത് വെച്ച് പാടി പ്രാർത്ഥിക്കാം. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന കേൾക്കണമേ. കർത്താവേ, യാചന കേൾക്കണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. സ്നേഹം നിറഞ്ഞ ചിനുവച്ച, എൻ്റെ പേര് ജെസ്സി എന്നാണ്. അച്ഛാ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. എൻ്റെ മകൾക്ക് വേണ്ടിയിട്ടാണ് ഈ പ്രാർത്ഥന ഞാൻ പറയുക. എൻ്റെ മകളുടെ കല്യാണം കഴിഞ്ഞിട്ട് 4 വർഷമായി, പക്ഷെ ഒരു കുഞ്ഞിനെ ലഭിച്ചിട്ടില്ല. അച്ഛാ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഷീല മാത്യു എന്ന് പറയുന്നൊരു വ്യക്തിയുടെ പ്രാർത്ഥനയാണ്. അച്ഛാ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ സമാധാനത്തിന് വേണ്ടിയും സാമ്പത്തിക പ്രതിസന്ധികൾ അകന്നു പോകുന്നതിന് വേണ്ടിയും അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. വിനോദ് എന്ന് പറയുന്നൊരു മകൻ്റെ പ്രാർത്ഥനയാണ്. ഗ്രീൻ കാർഡ് കിട്ടാൻ വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥന സഹായം ചോദിച്ചിരിക്കുന്നു. ഇഷിത എന്ന് പറയുന്ന ഒരു മകളുടെ CGC എക്സാം പാസ്സാകാൻ വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. ഇഷിത എന്ന മകളെ തമ്പുരാൻ്റെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അലീഷ എന്ന് പറയുന്ന ഒരു മകളുടെ പ്രാർത്ഥന സഹായമാണ്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന എനിക്ക് വേണ്ടി അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. പരീക്ഷയിൽ ഉണ്ടുന്ന വിജയം വരിക്കാൻ വേണ്ടി അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. മോളി ജോസഫ് എന്ന് പറയുന്ന പ്രത്യേകമായിട്ടുള്ള പ്രാർത്ഥന എന്ന് പറയുന്നത്, മകന് നട്ടലിന് ഒരു ഓപ്പറേഷൻ കഴിഞ്ഞു, വീട്ടിൽ കിടക്കുകയാണ്. എത്രയും പെട്ടെന്ന് എൻ്റെ മകൻ സുഖം പ്രാപിച്ച് ജോലിയിൽ പ്രവേശിക്കാൻ വേണ്ടി അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. കുടുംബത്തിൻ്റെ കടബാധ്യത മാറാൻ വേണ്ടി സ്നേഹ എന്ന് പറയുന്ന ഒരു മകള് പ്രാർത്ഥന സഹായം ചോദിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഒരു മകളുടെ വിവാഹം നടക്കാൻ വേണ്ടി ഒരു അപ്പൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥന സഹായം ചോദിച്ചിരിക്കുകയാണ്. മകളുടെ പേര് പറഞ്ഞിട്ടില്ല. അപ്പൻ പ്രത്യേകം പ്രാർത്ഥിക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുക. 29 വയസ്സായ മകൾക്ക് വിവാഹം നടന്നിട്ടില്ല. അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ജോസ് എന്ന് പറയുന്നൊരു വ്യക്തിയുടെ പ്രാർത്ഥനയാണ്. അച്ഛാ എൻ്റെ വൈഫിന് അലർജി ആണ്, എന്നും അതിന് തടസ്സങ്ങളാണ്. അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. അതോടൊപ്പം തന്നെ എൻ്റെ മകൻ വിദേശത്ത് പഠിക്കുന്നു. ആ മകൻ്റെ അസ്വസ്ഥതകൾ മാറാൻ വേണ്ടിയും അച്ഛൻ പ്രത്യേകമായിട്ട്, അവൻ നന്നായിട്ട് പഠിക്കുന്നതിന് വേണ്ടിയും, അവൻ എന്നും പ്രശ്നങ്ങളാണ് പഠിക്കുന്നിടത്തും. അവൻ ചെറിയൊരു ജോലിക്ക് പോകുന്നുണ്ട്, ആ ജോലി സ്ഥലത്തുമെല്ലാം അതെല്ലാം മാറാൻ വേണ്ടി അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. യേശുവേ നന്ദി, യേശുവേ സ്തുതിയും. ഞാൻ സിമി ജോൺ. എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 3.5 വർഷം കഴിഞ്ഞു. പ്രഗ്നൻസി ഡിലേ ആയപ്പോൾ തുടർന്ന് പരിശോധിച്ചപ്പോൾ ഒരു അസുഖമാണ്. അത് എഴുതിയിട്ട് എനിക്കത് മനസ്സിലായിട്ടില്ല. അസുഖമാണെന്ന് തിരിച്ചറിഞ്ഞു. യൂട്രസിലും 2 ഓവറുകളിലും മുഴകളും ഫൈബ്രോയിഡിലും കണ്ടെത്തുകയുണ്ടായി. അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ.
വളരെ ബുദ്ധിമുട്ടിലൂടെയാണ് ഞങ്ങളുടെ കുടുംബം കടന്നുപോയിക്കൊണ്ടിരിക്കുക. ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ആ കുടുംബത്തെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയാണ്. ഒത്തിരി മക്കൾ ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് നമ്മുടെ പ്രാർത്ഥനയിൽ ചേർത്ത് വയ്ക്കാം. വർഗീസ് എന്ന വ്യക്തി കുടുംബ സമാധാനത്തിന് വേണ്ടിയും സാമ്പത്തിക ഞെരുക്കങ്ങൾ മാറുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. റിഷോൺ വർഗീസ് എന്ന വ്യക്തി എൻട്രൻസ് പരീക്ഷ പാസ്സാകുന്നതിന് വേണ്ടി പ്രാർത്ഥനാ സഹായം ചോദിച്ചിരിക്കുന്നു. നല്ലൊരു വീട് പണിയാൻ വേണ്ടി ജോസഫ് എന്ന വ്യക്തി പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. രഞ്ജിനി എന്ന് പറയുന്ന വ്യക്തി കടബാധ്യത മാറാൻ വേണ്ടി പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. ശ്രേയ മരിയ ജോൺ എന്ന് പറയുന്ന വ്യക്തി നീറ്റിൻ്റെ എക്സാം വരുന്നു. അതിൽ നല്ല മാർക്കോട് കൂടി പാസ്സാകാൻ വേണ്ടി പ്രാർത്ഥന സഹായം ചോദിച്ചിരിക്കുന്നു. PS മാത്യു എന്ന വ്യക്തി നല്ലൊരു ജോലി മകന് ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. മകനൊരു നല്ല ഗവൺമെൻറ് ജോലി കിട്ടാൻ വേണ്ടി പ്രാർത്ഥന സഹായം ചോദിച്ചിരിക്കുന്നു. വ്യക്തിയുടെ പേര് പ്രവീൺ എന്നാണ് മകൻ്റെ പേര്. ആ മകന് വേണ്ടി നല്ലൊരു ജോലി കിട്ടാൻ വേണ്ടി പ്രാർത്ഥന സഹായം ചോദിച്ചിരിക്കുന്നു. യേശുവിൻ്റെ സന്നിധിയിൽ ഈ നിയോഗങ്ങൾ മുഴുവൻ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ജീവ എന്ന് പറയുന്നൊരു വ്യക്തിക്ക് ജോലി തടസ്സം മാറാൻ വേണ്ടി പ്രാർത്ഥന സഹായം ചോദിച്ചിരിക്കുന്നു. വിവാഹ തടസ്സം മാറാൻ വേണ്ടി ഒത്തിരി മക്കൾ പ്രാർത്ഥന സഹായം ചോദിക്കുന്നുണ്ട് കേട്ടോ. നമുക്കും നമ്മുടെ നിയോഗത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഒത്തിരി മക്കളുടെ ഒരു ആവശ്യമാണ് വിവാഹ തടസ്സം. അൽഫോൻസ എന്ന് പറയുന്നൊരു മകളുടെ വിവാഹ തടസ്സം മാറാൻ വേണ്ടി പ്രാർത്ഥന സഹായം ചോദിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ എഡ്വിൻ എന്ന് പറയുന്നൊരു വ്യക്തിക്ക് വിദേശത്ത് പെർമിറ്റ് കിട്ടാൻ വേണ്ടി പ്രാർത്ഥന സഹായം ചോദിച്ചിരിക്കുന്നു. ശാലേൻ എന്ന് പറയുന്നൊരു മകൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥന ചോദിച്ചിരിക്കുക. അവൻ വിദേശത്തേക്ക് പഠനത്തിന് പോകാൻ ആഗ്രഹിക്കുന്നു. വിസയുടെ തടസ്സമുണ്ട്. അച്ഛൻ പ്രത്യേകമായിട്ട് ആ വിസ എത്രയും പെട്ടെന്ന് കിട്ടാൻ വേണ്ടി അച്ഛൻ പ്രത്യേകം പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ സന്നിധിയിൽ ആ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. മരിയ എന്ന് പറയുന്നൊരു മകളുടെ പ്രാർത്ഥനയാണ്. അച്ഛാ, എൻ്റെ കുടുംബത്തിൽ അപ്പനും അമ്മയും എന്നും വഴക്കാണ്. ആ വഴക്ക് മാറുന്നതിന് വേണ്ടിയും കുടുംബ സമാധാനത്തിന് വേണ്ടിയും അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. സുചിത്ര എന്ന് പറയുന്ന ഒരു മകളുടെ പ്രാർത്ഥനയാണ്. പ്രത്യേകമായിട്ട് അച്ഛാ, എൻ്റെ ഭർത്താവ് ബൈജുവിന് വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കണേ. തികച്ചും മദ്യപാനിയാണ്. എന്നും വീട്ടിൽ അതുമൂലം പ്രശ്നമാണ്. മദ്യപാനശീലം മാറുന്നതിന് വേണ്ടി അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. ദൈവത്തിൻ്റെ രമ എന്ന് പറയുന്ന ഒരു മകളുടെ പ്രാർത്ഥനയാണ്. മക്കൾ വിശുദ്ധിയിൽ വളരാൻ വേണ്ടി അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അമൽ എന്ന് പറയുന്നൊരു വ്യക്തിയുടെ പ്രാർത്ഥന പരീക്ഷയിൽ ഉന്നത വിജയം വരിക്കാൻ വേണ്ടി. ഗീതു എന്ന് പറയുന്ന ഒരു മകളുടെ പ്രാർത്ഥന ഒരു നല്ല ജോലി ലഭിക്കാൻ വേണ്ടി. നീതു എന്ന് പറയുന്നൊരു മകളുടെ പ്രാർത്ഥന ഒരു ക്യാമ്പസ് സെലക്ഷൻ കിട്ടുന്നതിന് വേണ്ടി പ്രാർത്ഥന സഹായം ചോദിക്കുന്നു. ജോനാദ് എന്ന് പറയുന്നൊരു വ്യക്തിയുടെ പ്രാർത്ഥന 12ാം ക്ലാസ്സിൽ നല്ല മാർക്കോട് കൂടി പാസ്സാകാൻ വേണ്ടി പ്രാർത്ഥനാ സഹായം ചോദിച്ചിരിക്കുന്നു. ഈ നിയോഗങ്ങൾ മുഴുവൻ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അതോടൊപ്പം നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ആവശ്യങ്ങൾ കൂടി ദൈവസന്നിധിയിലേക്ക് കൊടുത്ത് കർത്താവെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന കേൾക്കണമേ. കർത്താവേ, യാചന കേൾക്കണമേ. ഒരിക്കൽ കൂടി ചേർന്ന് പാടാം. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന കേൾക്കണമേ. കർത്താവേ, യാചന കേൾക്കണമേ. ഈ നിയോഗങ്ങളോടൊപ്പം ഇന്നത്തെ വിശുദ്ധ കുർബാനയിലും നൊവേനയിലും പ്രത്യേകമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കുന്ന സിജി ജോഷി, ഏഞ്ചൽ ജോഷി, തോബിത്ത്, ജോഹാൻ, ജോവാൻ എന്നിവർക്കും അവരുടെ മാതാപിതാക്കൾക്കും നടിച്ചിറ കുടുംബത്തിനും വേണ്ടിയും ഒരു വിശ്വാസി നന്ദി സൂചകമായി ഒരു മകൾക്ക് വിദേശത്ത് ആഗ്രഹിച്ചൊരു ജോലി ലഭിക്കാൻ വേണ്ടി ഹൈന്ദവ സഹോദരിയാണ്. ആ മകളുടെ നിയോഗം നടക്കാൻ വേണ്ടിയും ജസ്മോൻ കളപ്പുരയ്ക്കൽ അവൻ്റെ പഠനവും മറ്റെല്ലാ കാര്യങ്ങളും ശരിയാകുന്നതിന് വേണ്ടിയും ഒറ്റത്തെങ്ങിൽ കുടുംബത്തിന് വേണ്ടിയും ബാബു സതി ഒരു കാര്യം നടക്കുന്നതിന് വേണ്ടിയിട്ടാണ് പ്രത്യേകമായിട്ട് ആ കുടുംബത്തിന് നിയോഗം നടക്കുന്നതിന് വേണ്ടിയും ടോമി അയ്യാരപ്പള്ളി നന്ദി സൂചകമായിട്ടാണ് ദൈവം ചൊരിഞ്ഞ നന്മകൾക്ക് നന്ദി പറഞ്ഞുകൊണ്ടാണ് പ്രത്യേകമായിട്ട് ആ വ്യക്തിയുടെയും ആ കുടുംബത്തെയും സമർപ്പിക്കാം. ഫിലിസിയ, ഫിയോണ എന്നീ 2 മക്കളെയും ആ കുടുംബത്തിൻ്റെ എല്ലാ തടസ്സങ്ങളെയും നല്ലൊരു ജോലി ലഭിക്കുന്നതിന് വേണ്ടിയും ഒക്കെ പ്രാർത്ഥിക്കാം. ലിറ്റി റോയി എന്ന് പറയുന്ന മകളുടെ പ്രാർത്ഥന പ്രത്യേകമായിട്ട് ജോലി സ്ഥലത്തെ പ്രശ്നങ്ങൾ, വിദേശത്താണ്
ഒത്തിരി പ്രാർത്ഥിക്കുന്നു. പലവിധ ബുദ്ധിമുട്ടുകളുണ്ട് ജോലി സ്ഥലത്ത്, അതെല്ലാം മാറിക്കിട്ടുന്നതിന് വേണ്ടിയും ജോൺ സെബി മേരി സെൽമ വീട് പണി പൂർത്തിയാകാൻ വേണ്ടിയും PSC 19-ാം തീയതി വരുന്നു. പ്രത്യേകമായിട്ട് പരീക്ഷയിൽ ഉന്നത വിജയം വരിക്കുന്നതിന് വേണ്ടിയും ജോമോൻ എന്ന് പറയുന്നൊരു വ്യക്തിയുടെ വിവാഹം നടക്കാനും അതോടൊപ്പം തന്നെ 3 മക്കളുടെ അമ്മ പ്രത്യേകമായിട്ട് ആ മക്കളുടെ പഠനത്തിന് വേണ്ടിയും നല്ല രീതിയിൽ വളരുന്നതിന് വേണ്ടിയും പ്രാർത്ഥനാ സഹായം ചോദിച്ചിരിക്കുന്നു. അന്നമ്മ മാത്യു മരോട്ടിക്കൽ പ്രത്യേകമായിട്ട് നന്ദി സൂചകമായി ഈ നിയോഗങ്ങൾ കൂടി നമുക്ക് ചേർത്ത് വയ്ക്കാം. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. നമ്മുടെ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. ഒത്തിരി ആവശ്യങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. നമ്മളെപ്പോഴും ഓർക്കണം, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അത് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്ന വിശുദ്ധ അന്തോണീസ് പുണ്യവാൻ നമ്മുടെ മുമ്പിലുണ്ട്. ഇപ്പോഴും ഒത്തിരി മക്കൾ ആവശ്യങ്ങളുമായിട്ട് നമ്മുടെ അടുത്തേക്ക് കടന്നു വരുന്നുണ്ട്. കാരണം വിശുദ്ധ അന്തോണീസ് പുണ്യവാൻ്റെ മാധ്യസ്ഥ ശക്തിയിലൂടെ അത് ലഭിച്ചത് കൊണ്ടാണ്. സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ എല്ലാ നിയോഗങ്ങളും ആവശ്യങ്ങളും ഒക്കെ ഈ നിമിഷം ഓർക്കാം. പുണ്യവാനെ, എൻ്റെ ഈ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, എൻ്റെ ഈ ജീവിതത്തെ, എൻ്റെ കുടുംബത്തെ വിശുദ്ധീകരിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിശുദ്ധ അന്തോണീസിനോടുള്ള മധ്യസ്ഥ പ്രാർത്ഥനാ ഗാനം ഏറ്റവും ഭക്തിയോടെ നമുക്ക് ഈ നിമിഷം ആലപിക്കാം. പ്രാർത്ഥിക്കണേ യേശുവിൻ സന്നിധിയിൽ സിദ്ധനാമന്തോനീസേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. ഉണ്ണിയാമേശുവേ, നിൻ കൈകളിൽ വഹിക്കുവാൻ ഭാഗ്യം ലഭിച്ചതന്യ ജീവിത വിശുദ്ധിക്കാൻ ജയത്തിന നിൻ തുണയാചിച്ചവർ ആരും നിരാശരായി പോ കേട്ടിട്ടില്ല പിതാവേ. സന്താനലബ്ധിക്കായി നിൻ മാധ്യസ്ഥം തേടുവോർ തൻ യാചന കേട്ടവരിൽ സംതൃപ്തി ചേർപ്പവനേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. യേശുവിൻ സന്നിധിയിൽ സിദ്ധനാമന്തോണീസേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. അത്ഭുതകരമായ വരങ്ങളാൽ വിശുദ്ധ അന്തോണീസിനെ അലങ്കരിക്കുവാൻ തിരുമനസ്സായ ദൈവമേ, അങ്ങയുടെ തിരുസുതനായ ഈശോ മിശിഹായുടെയും മാതാവ് കന്യകയുമായ മറിയത്തിന്റെയും നീതിമാനായ മാർയോസേപ്പിന്റെയും സകല മാലാഖമാരുടെയും വിശുദ്ധരുടെയും നീതിമാന്മാരെല്ലാവരുടെയും പ്രാർത്ഥനകളും സുഹൃത്തുക്കളും പരിഗണിച്ച് ബലഹീനരും പാപികളുമായ ഞങ്ങളുടെ യാചനകളും പ്രാർത്ഥനകളും കരുണാപൂർവ്വം സ്വീകരിക്കണമേ. അങ്ങേ പ്രസാദിപ്പിച്ച വിശുദ്ധ അന്തോണീസിന്റെ മാധ്യസ്ഥം വഴി ഞങ്ങൾ യാചിക്കുന്ന പ്രത്യേക അനുഗ്രഹം ഞങ്ങൾക്ക് നൽകുകയും ചെയ്യണമേ.
ആമേൻ. നിർമ്മലന വിനീതനുമായ വിശുദ്ധ അന്തോണീസിന് അത്ഭുത പ്രവർത്തനങ്ങൾക്കുള്ള വരം നൽകി അനുഗ്രഹിച്ച ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടെ രക്ഷകനായ മിശിഹായുടെ നാമത്തിൽ പ്രാർത്ഥിക്കുവാനായി കൂടിയിരിക്കുന്ന എളിയവരായ ദാസർ ആത്മീയവും ശാരീരികവുമായ അനുഗ്രഹങ്ങളാൽ സമ്പന്നരാകട്ടെ. ദുഷ്ടാരൂപികളുടെയും ക്ഷുദ്രജീവികളുടെയും ഉപദ്രവങ്ങളിൽ നിന്നും സകലവിധ രോഗങ്ങളിൽ നിന്നും എല്ലാവരും സംരക്ഷിതരാവട്ടെ. ദൈവപരിപാലനയിൽ ആശ്രയിച്ചുകൊണ്ട് പ്രലോഭനങ്ങളെ നേരിടുവാനുള്ള ശക്തി ഏവർക്ക് ലഭിക്കുമാറാകട്ടെ. ആകുലതകളും ആശങ്കകളും കൂടാതെ ഈ ലോകജീവിതം വിജയപ്രദമായി നയിക്കുവാനും പരലോകത്തിൽ നിത്യസൗഭാഗ്യം അനുഭവിക്കുവാനും ഇന്നത്തെ നൊവേനയിൽ സംബന്ധിച്ച ഈ സമൂഹത്തിനും ഇവരുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും ഇടയാകട്ടെ. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.